അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞതല്ല. ഈ പറയുന്ന കൂട്ടത്തിൽ വായന ചിലപ്പോൾ വീണു പോയിട്ടുണ്ടോ എനിക്കറിയില്ല. അതൊരു ടങ് സ്ലിപ്പ് ആവാനേ സാധ്യതയുള്ളൂ. ഞാനത് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ആവാനാണ് സാധ്യത. ഞാൻ പാർലമെന്ററി LDF-നോടൊപ്പം തന്നെ എപ്പോഴും. ആ LDF-നോടൊപ്പം നിൽക്കുന്ന നീ അവിടുന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കും. ആ ചോദ്യം വന്നു, അപ്പോഴേ പറഞ്ഞു നിങ്ങൾ എവിടെ ഇരിക്കും LDF എന്ന് പുറത്താക്കി. ഞാൻ നടുവിലിരിക്കുന്നു പറഞ്ഞു. വേറെ പത്രം നടുവിലിരിക്കാൻ പറ്റില്ല, ഞാൻ തറയിലിരിക്കുന്നു പറഞ്ഞു. അത്രേ ഉള്ളൂ. ആ വിഷയം അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ക്ലിയർ. നീ എന്താ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും മുന്നണിയെയും അപകീർത്തിപ്പെടുത്തുകയാണ് അൻവർ ചെയ്യുന്നതെന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ഈ സംവിധാനത്തെയും വരും ഭാവിയിൽ കീർത്തിപ്പെടുത്തണമെങ്കിൽ ഈ അപകീർത്തി അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത്. ഈ രീതിയിലാണ് ഈ പാർട്ടിയും ഈ സംവിധാനവും ഈ LDF-ഉം പോകുന്നതെങ്കിൽ 2026 ഇനി തെരഞ്ഞെടുപ്പല്ല മനുഷ്യ. ആ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച പൈസ കിട്ടാത്ത സ്ഥാനാർത്ഥികളുണ്ടാവും. 20-25 സീറ്റിന് മേലെ LDF-ന്